നിങ്ങളുടെ മരുമകളുടെ ജാതകത്തിലാണ് പ്രശ്നം. അവൾ ഇരിക്കുന്നിടം മുടിയും. നിങ്ങളുടെ മകൻ്റെ കല്യാണത്തിന് ശേഷം കുടുംബത്തിലൊരു മരണം സംഭവിച്ചു അല്ലേ? അതെ സ്വാമി. ഇതൊന്നും യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ഈ ജാതകക്കാരുടെ ജനനത്തോടു കൂടി അവളുടെ അച്ഛൻ മരിച്ചിട്ടുണ്ട്. അവൾ നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ആപത്താണ്. ഇതിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ സ്വാമി? ഈ ജാതകക്കാരിയെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അതുമാത്രമാണ് ഇതിനൊരു പ്രതിവിധി. അമ്മ ഇതൊന്നും കേട്ട് വേണ്ടാത്ത ചിന്തിച്ചു കൂട്ടണ്ട. വാ നമുക്ക് പോവാം. നിക്ക്. നിങ്ങളെന്തായാലും ഈ വിളക്ക് പൂജാമുറിയിൽ വെച്ച് കത്തിച്ച് 2 നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക. വിളക്ക് അണഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മറിച്ചാണെങ്കിൽ അവൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഇനിയും തുടരും. എന്നിട്ടും വിശ്വാസമായില്ലെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ മരുമകൾ കാരണം മകൻ്റെ ജോലി വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അമ്മ, ജോത്സ്യനെ കണ്ടിട്ട് എന്തായി? അമ്മ, അയ്യോ, എന്ത് പറ്റിയടാ? അറിയാതെ കൈതട്ടി ചൂടുവെള്ളം താഴെ വീണു. അയ്യോ, പൊള്ളിയടാ. അവൾ നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ആപത്താണ്. ഡി, മാറ്. നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അമ്മ, ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്റെ കൈതട്ടി പാത്രം വീണേന് അമ്മ എന്താ ശ്രീയെ കുറ്റം പറയുന്നേ? നീ പോ. ആ ജോസിയർ പറഞ്ഞത് ശരിയാ. ഇപ്പൊ സംഭവിച്ചതല്ല അവള് കാരണം. എന്തു പറ്റി? നേരത്തെയാ? എന്ത് പറ്റിയടാ? അമ്മ, കമ്പനിയിലിപ്പോൾ ലേ ഓഫ് നടക്കുക. എൻ്റെ ജോലി പോയി. ജയറാമേ, ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് വേറെ വല്ല ജോലി നോക്കാം. വേറെ ജോലി കിട്ടും പോലും. നീ കാരണമാണ് അവന് ഉള്ള ജോലി പോയത്. അമ്മ ഇതെന്തോന്നൊക്കെയാ പറയണത്? എടാ, നിനക്കൊന്നും അറിഞ്ഞൂടാ. അവള് കയറി ചെല്ലണ മുടിയൂന്നാ ജോസ്യം പറഞ്ഞത്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവള് കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ തുടങ്ങിയതാ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ. ഇപ്പൊ ഇതാ ജോലിയും പോയി.
അമ്മ ഇങ്ങനെ മണ്ടത്തനം പറയല്ലേ. എൻ്റെ ഓഫീസിലെ വേറെയും കുറേ പേരുടെ ജോലി പോയി. അതൊക്കെ അവരുടെ ഭാര്യമാർ കാരണമാണോ? എടാ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവള് ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തർക്കും ദോഷം. അതുകൊണ്ട് അവളെ ഇന്ന് തന്നെ വീട്ടിൽ ഇത് പുറത്താക്കണം. അമ്മ ഒരു ജോത്സ്യം പറഞ്ഞെന്ന് പറഞ്ഞ് അമ്മ ഇവിടെ പുറത്താക്കാൻ പോവേണ? ഈ കാലത്തും അമ്മ ഇതൊക്കെ വിശ്വസിക്കണുണ്ടോ? എടാ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, പക്ഷെ ആ ജോസ്യം പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. അതുകൊണ്ട് ഇനിയും ഇവളെ വീട്ടിൽ നിർത്താൻ ഞാൻ സമ്മതിക്കൂല. ഇനിയിപ്പോൾ അമ്മ സമ്മതിച്ചിരുന്നാലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന നിങ്ങളുടെ ഇടയിൽ ഇവിടെ നിർത്തിയിട്ട് പോയാലേ ഇവളെ അവസ്ഥ എന്താവുമെന്ന് എനിക്കിപ്പോൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. നീ പോയി പാക്ക് ചെയ്യല്ല. അമ്മ അമ്മ എന്തൊക്കെയാ കാണിക്കുന്നേ? അവരോട് പോണ്ടെന്ന് പറ. ജയറാമേ, ഇനി അമ്മ പറഞ്ഞൊക്കെ സത്യമായിരിക്കും? ഞാൻ ജനിച്ചപ്പോൾ തന്നെ അച്ഛൻ മരിച്ചു. അന്ന് തൊട്ട് എല്ലാവരും എന്നോട് ഈ കാര്യം പറയുന്നതാ. ഇപ്പം ഞാൻ കാരണം നിങ്ങൾക്കൂടെ എന്തെങ്കിലും ദോഷം വരുമെന്നാണ് എനിക്ക് പേടി. ദോഷം എടി, എല്ലാവരുടെ ജീവിതത്തിൽ ഈ നല്ലതും ചീത്തയും സംഭവിക്കുന്നത് തന്നെ. അങ്ങനെ ചീത്ത സംഭവിക്കുമ്പോൾ അതല്ല ഒരാളുടെ കാരണം കൊണ്ടാണെന്ന് നമ്മൾ വിചാരിച്ചാലേ പിന്നെ ഈ നാട്ടിലെ പകുതി പേരും ദോഷക്കാരായി മാറിയുള്ളൂ. എന്നാലും ഒരെന്നാലും ഇല്ല. ഇനിയിപ്പോൾ ആരൊക്കെ എന്ത് പറഞ്ഞിരുന്നാലും എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നീ എൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പോഴാണ്. പിന്നെ ജോലിയുടെ കാര്യം, അതല്ലെങ്കിൽ ഞാൻ പുതിയൊരു ജോലി നോക്കാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നീ ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ലൈഫിലെ സിറ്റുവേഷൻസൊക്കെ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നത് പോലെ ഇരിക്കും നമ്മുടെ ജീവിതം. അല്ലാതെ അവർ പറയണതൊന്നും എനിക്ക് വിശ്വാസമില്ല. സ്വാമി ഇരിക്കണം. എന്താ സ്വാമി ഒരു മുന്നറിയിപ്പില്ലാതെ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഇവർ ഞാൻ പറഞ്ഞിട്ട് വന്നതാ. ജയറാം കഴിഞ്ഞ ദിവസം ഇവരുടെ രണ്ടുപേരുടെയും ജാതകം കൊണ്ട് എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോഴാ എൻ്റെ ഗണനത്തിലൊരു പിഴവെനിക്ക് മനസ്സിലായത്. നമ്മൾ സംശയിച്ചതുപോലെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ശ്രേയയല്ല, അത് നിങ്ങളുടെ മകൾ ചാന്ദിനിയാണ്. വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയല്ലേ. ഇത്രയും നാളെ ശ്രേയായിരുന്നു പ്രശ്നം, ഇപ്പൊ ഞാനായോ? അമ്മ അമ്മ ഇതൊന്നും വിശ്വസിക്കരുത്. അമ്മ ആദ്യം അമ്മ പറഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചില്ല. പക്ഷെ ഈ സ്വാമി പറഞ്ഞ എല്ലാം സത്യമാണ്. ചാന്ദിനെ ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം പോലും മുടിഞ്ഞു പോകുന്ന പറയുന്നത്. ഏട്ടാ, ചേട്ടനും ഇവരുടെ വാക്ക് വിശ്വസിക്കുവാണോ? ഇതൊക്കെ വെറും കള്ളത്തരവാ. ഓ, അപ്പം നിനക്കറിയാം ഇത് കള്ളത്തനമാണെന്നുള്ളത്. എന്നിട്ടാണാടി നീ അമ്മയും കൊണ്ട് ഇങ്ങനെ കാണാൻ പോയത്? നീ എന്ത് വിചാരിച്ച് ഞങ്ങളാരും ഇത് അറിയില്ലെന്നാ? ചേച്ചി ബ്രൂവിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടോ? ഒരു ഹോളിക്സ് എടുത്തോ.
ഹോളിക്സ് എടുത്തോ. അനിയ, ഇവിടെ ഈ ജോൾസിന്റെ വീട് എവിടെയാണെന്നറിയോ? ജോത്സ്യനാ? ഈ ഏരിയയിൽ അങ്ങനെ ജോത്സ്യന്മാരാരും ഇല്ലല്ലോ. ഈ അമ്പലത്തിന്റെ ഓപ്പോസിറ്റുള്ള വീടെന്നാ പറഞ്ഞത്. അമ്പലത്തിന്റെ അടുത്ത് ആ ഒരു വീട് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഷൂട്ടിങ്ങിനെല്ലാം കൊടുക്കണ വീടാ. അഭിലാഷേടാ, കാശ് ഞാൻ പിന്നെ കൊടുത്തോളാടാ. അതല്ല, നിങ്ങളെ വീട് അന്വേഷിച്ചാണ് വന്നിരിക്കണേ. എൻ്റെ വീടാ? എനിക്കെന്താ പറഞ്ഞൂടാ. അവിടെ നിൽക്കേ. എന്തിന്? ഇവൾ അമ്മ ജോൾസിനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയില്ലേ? ഇവൻ ജോൾസിനൊന്നുമല്ല, നാടക നടനാ. ഇവനെ ശരിക്ക് പിടിച്ചൊന്ന് കുടഞ്ഞപ്പോഴേ നീ അമ്മയെ വിശ്വസിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യം ഇവൻ മണി വരെ പറഞ്ഞു. ശ്രേയ, ഈ ആഴ്ച ഓഫീസിൽ നിന്ന് ഒരുപാട് പേരെ പിരിച്ചു വിട്ടായിരുന്നു. അടുത്ത ലിസ്റ്റിൽ ഞാനും ഉണ്ടെന്ന് മാനേജർ പറയുന്നു. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവസാനം നിങ്ങളുടെ മോന്റെ ജോലി പോകുന്നും കൂടി ഒന്ന് കാച്ചേക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരി. അമ്മയ്ക്കിപ്പം മനസ്സിലായോ ഈ വീട്ടിലെ യഥാർത്ഥ ദോഷം ആരാണെന്ന്? നിന്റെ പ്ലാനിങ് കൊള്ളാം. എന്നെ ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പിന്നെ ഈ കാണുന്ന സ്വത്തൊക്കെ നിനക്കാണല്ലോ. പക്ഷെ ഒരു കൂടപ്പിറപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ കുടുംബത്തെ നശിപ്പിക്കാനുള്ള വിഷം നിന്റെ ഉള്ളിലുണ്ടായിരുന്നു അല്ലേ? ഈ നിമിഷം നീ ഇവിടെ ഇറങ്ങിക്കൊള്ളു. അന്ധവിശ്വാസങ്ങൾ കാരണം നശിച്ചു പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കല്യാണം കഴിഞ്ഞ ഒരു മരുമകൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു മോശം ആ കുടുംബത്തിന് സംഭവിച്ചാൽ അത് വന്നു കയറിയ മരുമകളുടെ ദോഷമാണെന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാർ ഈ കാലത്തുമുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരുടെ ജീവിതത്തിലും ഉയർച്ചയും താഴ്ചയും നല്ലതും ചീത്തയൊക്കെ സംഭവിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മോശം സംഭവിക്കുമ്പോൾ അത് മറ്റൊരാൾ കാരണമാണെന്ന് ചിന്തിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഈ ചിത്രത്തിലെ മകൾ തന്നെ അമ്മയുടെ അന്ധവിശ്വാസത്തെയാണ് മുതലെടുക്കുന്നത്. ഇതുപോലെ മനുഷ്യരുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്ത് അവരുടെ പണം തട്ടുന്ന, അവരെ പറ്റിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ദയവ് ചെയ്ത് അവരുടെ വലയിൽ ചെന്ന് വീഴരുത്. ഈ പറഞ്ഞ കാര്യം പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് സ്വയം അൺലക്കിയാണെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച ഒന്നും കിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ മോശം മാത്രമേ സംഭവിക്കൂ എന്നൊക്കെ നെഗറ്റീവായി ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റി പോലെ ഇരിക്കും നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നല്ലത് മാത്രം ചിന്തിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. അന്ധവിശ്വാസങ്ങളില്ലാത്ത നല്ലൊരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.
SK ടോക്സിലൂടെ ഓരോ ആഴ്ചയും നമ്മൾ ഒരുപാട് ജീവിതങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി നിങ്ങളുടെ ലൈഫ് സ്റ്റോറിയും ഇതുപോലെ ഇൻസ്പിറേഷണലാണ്, അതിലൂടെ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്റ്റോറി നമ്മളുമായി പങ്കുവയ്ക്കുക. ഇനി നിങ്ങളൊരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നൽകുന്ന India's #1 language academy. IELTS, OET, German, PT, French, NCLEX, NEETU's Academy.